ഹലോ, നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല നാടൻ മീൻകറി, അതും മത്തി വെച്ചിട്ട്. അത് നമ്മൾ നല്ല മൺചട്ടി വെച്ചിട്ട് നമുക്ക് നല്ല നാടൻ മത്തിക്കറി. അതിലേക്ക് ആവശ്യമായിട്ട് തേങ്ങ ചിരകിയത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തേങ്ങ ഒരു മുറിയാണ് കേട്ടോ. അത് എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാർ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്, നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മത് 3 പൊടികൾ 3 പിന്നെ തേങ്ങ ചിരകിയതും കൂടെ അരച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്ത് നിങ്ങൾക്ക് വരാം. അപ്പോൾ അരച്ചെടുക്കാനായിട്ട് വന്നതിന് ശേഷം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് അരപ്പോടുകൂടുമ്പോൾ നമുക്ക് കഴിക്കാൻ കടിക്കും, തേങ്ങ പീരൊക്കെ കടിക്കാൻ കിട്ടും. അതല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. അരപ്പ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കും. ആ പാലാണ് അതിൽ നിന്നിട്ടുന്ന മുളക് പൊടിയുടെ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഈ തേങ്ങാപ്പാൽ ഒക്കെ ഇതിൽ മിക്സായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് അവൈലബിലിറ്റി ഉള്ളത് പാത്രം, അതിലാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് വെച്ചാൽ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നുള്ളത്. നമ്മളിപ്പോൾ അരപ്പ് എടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് തിളയ്ക്കാനായിട്ട് ടൈം കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നാടൻ കറിവേപ്പിലയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ ടൈം കൊടുക്കുക. ഇടയ്ക്ക് നമ്മൾ ഫസ്റ്റ് വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്ക് കുറച്ച് ഇളക്കി കൊടുക്കുക. അതായത് നമ്മുടെ തേങ്ങാപ്പാൽ പിരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത് തിളയ്ക്കാന സമയം കൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചാള 3-4 പ്രാവശ്യം ഉപ്പിട്ട് നല്ല കല്ലുപ്പിട്ട് ഉരച്ച് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചാൽ ചാള, കുഞ്ഞിച്ചാളയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിപ്പോൾ. അത് നമ്മൾ എന്ത് ചെയ്യാം, തിളച്ചുകൊണ്ടിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/2 കിലോ മത്തിയാണ് നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് തിളയ്ക്കാൻ ടൈം കൊടുക്കുക. നമ്മൾ ഇപ്പോൾ ഇളക്കൊന്നും ചെയ്യരുത്, മീൻ ഇട്ടതിന് ശേഷം ഇളക്കരുത്, ടൈം കൊടുക്കുക. തള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലേക്ക് നമുക്ക് നാടൻ കൊടംപുളി, നമ്മുടെ ഈ ഏരിയയിൽ കൊടംപുളിയാണ് ഇടാറ്. വീട്ടിൽ മിക്ക മീൻകറിയിലും കൊടംപുളി ഇട്ട് ആണ് വെക്കാറ്. പിന്നെയാണ് തക്കാളി, മാങ്ങ അങ്ങനെ ഓരോന്നും ഇടാറ്. അപ്പോൾ നമ്മൾ തിളയ്ക്കാൻ ടൈം കൊടുക്കുന്ന നേരം കൊണ്ട് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട്, കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉള്ളി കാച്ചണം. അതിലേക്ക് ചെറിയൊരു കുഞ്ഞിയ പാൻ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച ശേഷം അത് കുറച്ച് ചൂടാക്കാനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 കൊച്ചുള്ളി, കുഞ്ഞുള്ളി, ഉള്ളി, അങ്ങനെയൊക്കെ പലയിടത്തും പലതാണല്ലോ പറയുന്നത്. അപ്പോൾ വീട്ടിൽ ഉള്ളി എന്നാണ് പറയാറ്. ഉള്ളി